ലോക രക്തദാന ദിനത്തിൽ സന്നദ്ധ സംഘടനകളെയും വ്യക്തികളെയും ആദരിച്ച് കൊച്ചി അമൃത ആശുപത്രി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബ്ലഡ് മൊബൈൽ ബസ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സിബി ടോം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒരേ സമയം 5 പേർക്ക് രക്തദാനം ചെയ്യാൻ സാധിക്കുന്ന സൗകര്യങ്ങളാണ് മൊബൈൽ ബസ്സിൽ ഉള്ളത്. തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങൾക്കിടയിലും രക്തദാനം എന്ന മഹനീയ കർമ്മത്തിൽ പങ്കെടുക്കുന്ന 140ഓളം സന്നദ്ധ സംഘടനകളെയും രക്തദാതാക്കളെയുമാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്ന രക്തദാന ദിനാചരണത്തിൽ ആദരിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടുകൂടിയ ബ്ലഡ് മൊബൈൽ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും നടന്നു. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ നടന്ന വാഹനപൂജയ്ക്ക് ശേഷം കൊച്ചി സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സിബി ടോം ബ്ലഡ് മൊബൈൽ ബസ് യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. 80 ലക്ഷത്തോളം രൂപ ചെലവിൽ നിർമ്മിച്ച ബസ്സിൽ ഒരേ സമയം 5 പേർക്ക് ഒരുമിച്ച് രക്തദാനം നടത്താനുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മെഡിക്കൽ യൂണിറ്റായും ഇത് പ്രവർത്തിക്കും. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318സിയും സംയുക്തമായാണ് ബ്ലഡ് മൊബൈൽ ബസ് അമൃത ആശുപത്രിക്ക് സംഭാവന ചെയ്തത്. റോഡ് അപകടങ്ങളിൽ രക്തം മാറുന്നാണ് കൂടുതലും ആളുകൾ മരണപ്പെടാറുള്ളതെന്നും അതിനാൽ രക്തദാനത്തിന് ജനങ്ങൾ സന്നദ്ധരാകണമെന്നും എൻഫോഴ്സ്മെന്റ് RTO മനോജ് കെ പറഞ്ഞു. രക്തം വാർന്ന് ആണ് കൂടുതൽ ആൾക്കാർക്കും അപകട മരണം സംഭവിക്കുന്നത്. പൊതുജനങ്ങളെല്ലാവരും രക്തദാനം എന്ന ഒരു മഹാസംരംഭത്തിലേക്ക് വീണ്ടും കാൽവയ്ക്കണമെന്നും തുടർന്നുള്ള ദിനങ്ങളിൽ കൂടുതൽ ആൾക്കാർ ഇതിന് സന്നദ്ധരാകണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. രക്തദാന ദിനാചരണം അമൃത ആശുപത്രി ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി അമൃത ആശുപത്രി ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ആനന്ദ് കുമാർ രക്തദാന ദിന സന്ദേശം നൽകി. രക്തം കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതിനാൽ എല്ലാവരും രക്തദാനം ചെയ്യാൻ തയ്യാറാകണമെന്ന് അമൃത ആശുപത്രി സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ബീന KV പറഞ്ഞു. ബ്ലഡ് ഒരിക്കലും നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റേതായ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിയിട്ട് രക്തദാനത്തിനായിട്ട് മുമ്പോട്ട് വരിക എന്നുള്ള ഉദ്ദേശമാണ്. ഈ ബസ്സിൽ ഒരേ സമയം 5 പേർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുവാനുള്ള സംവിധാനമാണ്. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി, സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയേഷ്, എറണാകുളം എൻഫോഴ്സ്മെന്റ് RTO മനോജ് കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി.